അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ട് നിൽക്കുന്ന ഞെട്ടിക്കൽ ബിരിയാണി ഉണ്ടാക്കുകയാണ്. സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പുതിന, മല്ലിയില എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒന്ന് ഞെട്ടിക്കൽ ബിരിയാണി. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, കുരുമുളക് പൊടി, തൈര്. ബിരിയാണിയുടെ മെയിനാണ് തൈര്. ഇനി ഇതിൻ്റെ വെള്ള കളറൊക്കെ ഒന്ന് മാറി മസാല കളറിലോട്ട് തിരിച്ചു വരുന്നത് വരെ നമ്മൾ ഇങ്ങനെ തന്നെ വെക്കുക. ബീഫ് വേവിച്ച ബീഫ്, പോത്ത് ഇതിനകത്ത് ഉപ്പും സവാള ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുകയാണ്. ഈ വെള്ളം പുറത്തോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇതിനകത്ത് സവാള നമ്മൾ ആഡ് ചെയ്യുന്നത്. നല്ല പോത്തൊക്കെ ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് ഈ ബീഫുമായിട്ട് മസാലയൊക്കെ ആയിട്ട് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ സെറ്റ് കിടപ്പായിരിക്കും. അരി ഇവിടെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നെയ്ച്ചോറും ബീഫ് കറി എന്നുള്ള സെറ്റപ്പ് ആയിരുന്നു. പിന്നെ പ്ലാൻ മാറ്റി അത് ബിരിയാണിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ജച്ചാക്ക് ബിരിയാണി വേണമെന്ന്, ഞെട്ടിക്കൽ ബിരിയാണി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്ലാൻ മാറ്റി ആ നെയ്ച്ചോറ് സെറ്റാക്കി പ്ലാൻ ബിയിലോട്ട് മാറ്റി. അപ്പോൾ അതേ ബീഫൊക്കെ നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ സെറ്റാക്കി വെച്ച് ചോറ് ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് എല്ലാം ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊന്നും ഇടേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച ഇച്ചിരി മല്ലിയിലയും പുതിനയൊക്കെ ഇട്ട് കൊടുക്കണം. ഇതുകൊണ്ട് തട്ടിക്കൊടുക്കും. അപ്പോൾ ഇത് ഞെട്ടിക്കൽ ബിരിയാണിയുടെ ക്ലൈമാക്സ് എത്തിയിട്ടുണ്ട്. ലേശം മസാലപ്പൊടി, ഗരം മസാല നമ്മുടെ മേലിൽ ഓൾറെഡി നെയ്യുണ്ട്, പക്ഷെ എന്നാലും നമ്മളൊരു കുറച്ച് വേണ്ടി ഇനി നമ്മളിത് അടച്ചു കാണാം. ശരിക്കും ഞെട്ടിക്കൽ ബിരിയാണി പിന്നെ ഞെട്ടിക്കൽ പൊട്ടിക്കുകയാണ്. ചെമ്പ് പൊട്ടിക്കാണ് ഞെട്ടിക്കൽ ബിരിയാണി. ഇത്രയൊന്നും കഴിക്കത്തില്ല, അതുകൊണ്ടാണ്. അവിടെ ഒരാൾ ഞെട്ടിക്കൽ ബിരിയാണി കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. ഞെട്ടിക്കൽ ബിരിയാണി എന്തുവാണെന്ന് അറിയത്തില്ല. അപ്പം ഞാനിത് വിളമ്പിയിട്ടൊരു സാധനം കാണിക്കും. ആളെ ഞെട്ടത് നമുക്കൊന്ന് കാണാം. എന്തൊക്കെ ഞെട്ടിക്കൽ ബിരിയാണി ആവശ്യപ്പെട്ട് തരാം. ആള് ശരിക്കും ഞെട്ടിയിട്ടുണ്ട്. ഞാനിത് ഈ സലാഡ് കൊണ്ടുവരുന്നാണെങ്കിൽ ചോറ് ഇട്ടിട്ട് നൈസായിട്ട് കഴിക്കില്ല. ആള് ഞെട്ടിക്കൽ ബിരിയാണി കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പേടിച്ച ആള് ഓർത്തില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് താഴത്തു എവിടെ താഴത്ത് ഇടും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ് ഞെട്ടിക്കൽ ബിരിയാണിയുടെ വീഡിയോ കണ്ടിട്ടില്ല. ഞെട്ടിക്കൽ ബിരിയാണി എന്താ സംഭവം എന്ന് പറഞ്ഞുകൂടാ. അതുകൊണ്ട് നൈസായിട്ട് ഞാനും ചേച്ചായും കൂടെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനും. പക്ഷെ നമ്മൾ പിന്നെ ആലോചിച്ചത് അറിയാത്ത ഒരാളെ കൊണ്ട് ഏൽപ്പിച്ച് അടിപൊളിയായിരിക്കും. അതുകൊണ്ട് ദുബാനെ നൈസായിട്ട് പ്ലാൻ ചെയ്ത് ഇവിടെ വിളിച്ച് ഇരുത്തിയിട്ട് നൈസായിട്ട് സലാഡ് കൊണ്ടുവരുന്നുള്ള ആളുടെ കയ്യിൽ നിന്ന് ചോറ് വരെ തെറിച്ചു. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടായിരുന്ന? കരയുണ്ട കഴിച്ച പേടിച്ചിരിക്കുക. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുണ്ട്? ബിരിയാണി എങ്ങനെയുണ്ട്? ഞെട്ടിക്കൽ ബിരിയാണി എങ്ങനെയുണ്ട്? സൂപ്പറാണ്. കഴിച്ച പേടിച്ചിരിക്കുക.